27ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരത ആർ.കെ. നാരായണൻ്റെ ദ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്ന കഥയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാഞ്ചാലി വസ്ത്രാക്ഷയമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദുശാസനൻ പാഞ്ചാലിനെ വലിച്ചഴച്ച് സഭയിലേക്ക് കൊണ്ടുവന്നിട്ട് വസ്ത്രം ദ്രൗപദിയുടെ സാരിയിൽ പിടിച്ചു വലിച്ച് ദ്രൗപദിനെ ഉപദ്രവിക്കുന്ന രംഗത്തിലാണ് അവസാനിച്ചത്. അപ്പോൾ ദ്രൗപദി എന്ത് ചെയ്തു? ദ്രൗപദി തൻ്റെ എല്ലാ ഭർത്താക്കന്മാർ 5 ഭർത്താക്കന്മാരില്ലേ പാഞ്ചാലിക്ക്, എല്ലാവരോടും അപേക്ഷിച്ചു ആരെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന്. ഒരു സ്ത്രീനെ, അതായത് ഒരു മഹാരാജ്ഞീനെ, ദ്രുപദൻ്റെ മകളായ ദ്രൗപദീനെ, പാഞ്ചാല രാജ്യത്തിൻ്റെ രാജകുമാരിയായിരുന്നതും അർജുനൻ സ്വയംവരത്തിലൂടെ പാഞ്ചാലിനെ കീഴടക്കിയത് കൊണ്ടും മാത്രം 5 പേരുടെയും ഭാര്യയാവേണ്ടി വന്ന ദ്രൗപദീനെ പൊതുസഭയിൽ വെച്ച് ദുശാസനൻ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന രംഗത്തിലാണ് നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത്. അപ്പോൾ ദ്രൗപദി എന്ത് ചെയ്ത്? ദ്രൗപദിയുടെ സാരീനെ എല്ലാവരും കൂടി, ഈ ദുശാസനനും ബാക്കിയുള്ള ദുശാസനൻ്റെ അനുജന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സഭയിൽ വെച്ചിട്ട് ദ്രൗപദീനെ അപമാനിക്കാൻ തുടങ്ങി. ഇതിനാണ് മലയാളത്തിൽ നമ്മൾ പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറയുന്നത്. വസ്ത്രം ഇങ്ങനെ അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പാഞ്ചാലിയുടെ 5 ഭർത്താക്കന്മാരും ദ്രൗപദിയുടെ 5 ഭർത്താക്കന്മാരും ശകുനിയുടെയും ദുര്യോധനൻ്റെയും അടിമകളായില്ലേ? ചൂത് കളിച്ച് തോറ്റിട്ട് അടിമകളായില്ലേ? ഇവർക്ക് ആർക്കും ദ്രൗപദീനെ രക്ഷിക്കാൻ കഴിയില്ല, അടിമകളായില്ലേ? അപ്പോൾ ദ്രൗപദി കരയാൻ തുടങ്ങി. മനസ്സുകൊണ്ട് അധിക വേദനയല്ലേ ഒരു സ്ത്രീനെ ഇങ്ങനെ പരസ്യമായിട്ട് അവമാനിക്കുക എന്ന് പറയുന്നത്? വളരെ ക്രൂരമായൊരു പ്രവൃത്തിയല്ലേ അത്? അപ്പോൾ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. തൻ്റെ എല്ലാ ഭർത്താക്കന്മാരോടൊക്കെയാണ് അപേക്ഷിച്ചു. പിന്നെ ഭീമസേനൻ, യുധിഷ്ഠിരൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എല്ലാവരോടും ചോദിച്ചു. ഭീഷ്മാചാര്യ എല്ലാവരോടും ചോദിച്ചു. ആർക്കും തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അടിമയായി. മാത്രമല്ല ദുര്യോധനനാണ്, ധൃതരാഷ്ട്രമാണ് മഹാരാജാവ്. രാജകൽപ്പനകൾക്ക് മുകളിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു രാജാവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് തന്നെയാണ് എല്ലാ പ്രജകളും എല്ലാവരും അനുസരിക്കേണ്ടത്. അതിനെ എതിർക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അവസാനം എന്തായി? ദ്രൗപദി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ കരയാൻ തുടങ്ങി. ദൈവമേ, കൃഷ്ണ കൃഷ്ണ എന്നെ രക്ഷിക്കൂ. അങ്ങ് മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലേ, ദൈവമല്ലേ. ഇനി കൃഷ്ണന് വിചാരിച്ചാൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ബാക്കി സകലമായ ലോകത്തിലെ എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. എല്ലാവരും അനീതിയുടെ കൂടെയാണ്. അതായത് ഒരു സ്ത്രീനെ അപമാനിച്ച് പരിഹസിക്കുന്നതിൻ്റെ കൂടെയാണ് മുഴുവൻ ലോകവും, എല്ലാവരും നിൽക്കുന്നു. ശ്രീകൃഷ്ണൻ മാത്രമേ എന്നെ ഇനി രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞിട്ട് ദ്രൗപദി കരഞ്ഞ് നിലവിളിക്കുകയാണ്. ഓ കൃഷ്ണ, എന്നെ രക്ഷിക്കൂ. ഹരി, എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ അടിമയായിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എല്ലാം കീഴടക്കിയിട്ടുണ്ട്. എൻ്റെ കൈകളിൽ ഇപ്പോൾ ഒന്നുമില്ല, ഞങ്ങളുടെ രാജ്യത്തിലൊന്നുമില്ല. എൻ്റെ ഭർത്താക്കന്മാർ മുഴുവനും അടിമകളാണ്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് ദ്രൗപദി ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കരയാണ്. അപ്പോൾ ദുശാസനൻ ഇവിടെ നിന്ന് എന്താ ചെയ്യണേ? ദുശാസനൻ ഈ പറഞ്ഞ ദ്രൗപദിയുടെ സാരിയിൽ പിടിച്ച് വലിച്ചിട്ട് അഴിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം മുകളിൽ നിന്ന് കരയുന്ന ദ്രൗപദിയുടെ വിളികൾ കേട്ടു. ശ്രീകൃഷ്ണൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയപ്പോൾ ഈ സാരിയുടെ നീളം വലുതായി കൊണ്ടേ വരാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് കേട്ടോ അത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവും. പിന്നെ ഇനിയൊരു കാര്യം ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ലോകം മുഴുവനും ഒരു നല്ല കാര്യത്തിനെ എതിർക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ നമ്മൾ നല്ല കാര്യമേ ചെയ്യാൻ പാടുള്ളൂ.
എല്ലാവരും നമ്മളോട് തെറ്റാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളുടെ മനസ്സിൽ എന്താണോ ശരി തോന്നുന്നത് അതേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് അമ്പാടി കൃഷ്ണൻ ചെയ്ത. എല്ലാവരും തെറ്റാണെന്ന്, എല്ലാവരും തെറ്റിൻ്റെ കൂടെയാണ് നിൽക്കണ്ടായിരുന്നത്. എല്ലാവരും ദ്രൗപദീനെ അവമാനിക്കുന്നതിൻ്റെ കൂടെയാണ് നിൽക്കണ്ടായിരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരെ പ്രത്യക്ഷപ്പെട്ടു, ദൈവമായിട്ട് വന്നു. ദ്രൗപദിയുടെ സാരി അഴിയും തോറും നീളം കൂടി 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 വരാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് കേട്ടോ അത്. അവസാനം ദുശാസന് വലിക്ക ദുശാസന് സാരി തീരണേ ഇല്ല. ദുശാസന അങ്ങനെ അന്തം പെട്ട് നിൽക്കുക. ഇനിയും വലിക്കണോ സാരി പിന്നെയും വരണം, ഇനിയും വലിക്കണോ സാരി പിന്നെയും വരണം. വലിയോട് വലിയാണ് ദുശാസനൻ. ദുശാസനന് കഴിയുന്ന അത്രയും വലിക്കുന്നു, സാരി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആയപ്പോൾ ദുശാസനന്റെ കൈയും കാലും ഒക്കെ കടയാൻ തുടങ്ങി. അപ്പൊ ദുശാസനന്റെ അനുജന്മാരും വന്നു, അവരും വലിക്കാൻ തുടങ്ങി. എല്ലാവർക്കും മഹാ അത്ഭുതമായി. എല്ലാവർക്കും മഹാ അത്ഭുതമായി. എന്താ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഭീമൻ പറഞ്ഞു, ദുര്യോധന, നിന്റെ നെഞ്ച് ഞാനൊരു ദിവസം ഒരു യുദ്ധത്തിൽ പിളർക്കും. പിളർത്ത് നിന്നെ രക്തത്തിൽ കുളിപ്പിക്കും. ചോരയിൽ കുളിപ്പിക്കുന്ന രക്തത്തിൽ കുളിപ്പിക്കും എന്ന് ഭീമൻ അവിടെ നിന്ന് വെല്ലുവിളിച്ച് തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി, ഇതെങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത്. ശ്രീകൃഷ്ണന്റെ മായാവിലാസങ്ങളാണ്. അമ്പാടി കൃഷ്ണന്റെ ഒരുപാട് കഥകളുണ്ടാകും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാട്ടോ, ഓരോന്നോരോന്നായിട്ട്. അങ്ങനെ ദുര്യോധനൻ പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്ത, സഭയിലേക്ക് വന്ന് പറഞ്ഞു, യുധിഷ്ഠിര, നീയല്ലേ ചൂത് കളിച്ച് ഇതെല്ലാം തോറ്റത്? നീയല്ലേ നിന്റെ അനുജന്മാരെയും ഭാര്യനെയൊക്കെ പണയം വെച്ചത്? യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരാരും താൻ പറയുന്ന കൽപ്പനകൾക്ക് വരില്ല എന്ന് യുധിഷ്ഠിരൻ പറയുവാണെങ്കിൽ ഞങ്ങൾ പാഞ്ചാലിനെ വെറുതെ വിടാമെന്ന് ദുര്യോധനൻ പറയുകയാണ്. അതായത് യുധിഷ്ഠിരന്റെ താഴെയുള്ള അനുജന്മാരില്ലേ, പാണ്ഡവന്മാരുടെ അനുജന്മാര്, ഇനി തൊട്ട് യുധിഷ്ഠിരനെ ബഹുമാനിക്കില്ല എന്നും യുധിഷ്ഠിരന്റെ കൽപ്പനകളെ കേൾക്കില്ല എന്നും യുധിഷ്ഠിരൻ പറയുവാണെങ്കിൽ നമുക്ക് പാഞ്ചാലിൻ്റെ വസ്ത്രാക്ഷേപം നിർത്താം എന്ന് ദുര്യോധനൻ ഉറക്കെ പറയാണ്. അപ്പൊ ഭീമൻ പറയാണ്, എൻ്റെ ഏട്ടൻ യുധിഷ്ഠിരൻ ഒരു ചെറിയ വാക്ക് പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു വിരല് പറയുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ തല എൻ്റെ കൈകളിലായിരിക്കും. ഞാൻ നിങ്ങളുടെ തല വെട്ടിയെടുത്തിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളെ കൊല്ലാൻ അധിക സമയം വേണ്ട. അപ്പോൾ ദുര്യോധനൻ തൊട കാണിച്ചിട്ട് പറയും, ദ്രൗപദിയോട് പറയും, തൊട ഇങ്ങനെ കാണിച്ചിട്ട് പറയും ദ്രൗപദിയോട്, എൻ്റെ മടിയിൽ വന്നിരിക്കും ദ്രൗപദി എന്ന് പറയും. അപമാനിക്കുകയല്ലേ ചെയ്യുന്ന ദ്രൗപദീനെ. ഇത് കേട്ടതും ഭീമന് വളരെ ദേഷ്യം വന്നു. ഭീമൻ അപ്പം തന്നെ ദ്രൗപദി ശപിക്കുകയാണ്, ഈ തൊട എല്ല് മുറിച്ചിട്ടായിരിക്കും നീ മരിക്കാൻ പോകുന്ന ദുര്യോധന എന്ന് ഭീമസേനൻ ഉറക്ക നിലവിളിച്ചു ദേഷ്യം കൊണ്ട്. ഭീമസേനന് ചോര തിളക്കിയാണ്, ദേഷ്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഭാര്യയും തൻ്റെ അനുജന്മാരെയും തൻ്റെ ഏട്ടനെയൊക്കെ അപമാനിച്ച് കൊല്ലുകയാണ്. ആരൊക്കെയാണ്? കൗരവന്മാര്. അപ്പൊ നൂറുകണക്കിന് കൗരവന്മാരൊക്കെ ഉറക്ക അട്ടഹസിച്ച് സഭയിൽ ചിരിക്കുകയാണ്. എന്നിട്ട് പറയാ, അപ്പൊ കർണം പറഞ്ഞു, ദ്രൗപദിയോട് പറഞ്ഞേ, സുന്ദരിയായ ദ്രൗപദി, നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അധികാരം, നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാവർക്കും നിന്റെ മേൽ നേരത്തെ അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ആർക്കും നിനക്ക് മേൽ യാതൊരു അധികാരമില്ല. കാരണം അവരെന്നെ ഞങ്ങളുടെ അടിമകളായില്ലേ.
ഇനി നമ്മുടെ ധൃതരാഷ്ട്രയുടെ മക്കളുടെ സേവയായിട്ട് ജോലിക്കാരിയായിട്ട് നിനക്ക് ജീവിച്ചൂടെ എന്ന് കർണൻ വീണ്ടും അവമാനിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും വിതുരൻ ധൃതരാഷ്ട്രരോട് വന്നിട്ട് പറയുകയാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കാരണം എന്താ അറിയോ, പഞ്ചപാണ്ഡവന്മാരുടെ ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയായ ദ്രൗപദീനെ അങ്ങേയറ്റം ഈ കൗരവന്മാർ 100 മക്കളും എല്ലാവരും കൂടി ചേർന്ന് രാജാവിൻ്റെ പൊതുസഭയിൽ വെച്ച് അപമാനിച്ച് വളരെ ബുദ്ധിമുട്ടിലാക്കിയില്ലേ. അപ്പം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ധൃതരാഷ്ട്രം എന്ത് ചെയ്ത്, ധൃതരാഷ്ട്രക്ക് ഭയങ്കര, വിതുരൻ പോയി ധൃതരാഷ്ട്രരോട് പറയാണ്. വിതുരൻ എന്ന് പറയുന്ന ചെറിയച്ഛനല്ല, ഇവരുടെ ഒക്കെ ചെറിയച്ഛനാണ്. പഞ്ചപാണ്ഡവന്മാരുടെയും ദുര്യോധനന്റെയും ദുശാസന്റെയും ഒക്കെ ചെറിയച്ഛനാണ്, അച്ഛൻ്റെ അനുജൻ. ധൃതരാഷ്ട്രയുടെ മക്കളാണ് ദുര്യോധനനും ഇവരുമൊക്കെ. പാണ്ഡുവിൻ്റെ മക്കളാണ് പഞ്ചപാണ്ഡവന്മാർ. ഇവർ രണ്ടുപേരുടെയും താഴെ ജനിച്ചതല്ലേ വിതുരൻ. വിതുരൻ ധൃതരാഷ്ട്രരോട് പോയി പറയാണ്, മഹാരാജാവേ, എന്തൊരു അനീതിയാണ് നിങ്ങളുടെ രാജ്യത്തിൽ നടക്കുന്നത്. ഒരു സ്ത്രീ, ദ്രൗപദി എന്നൊരു സ്ത്രീനെ നിങ്ങൾ അത്ര അങ്ങേയറ്റം അവമാനിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിലെന്താ ന്യായമുള്ളത് എന്ന് വിതുരൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. ഇത് കേട്ട ഉടനെ ധൃതരാഷ്ട്രം എന്ത് ചെയ്ത് ദ്രൗപദിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ദ്രൗപദിയോട് പറഞ്ഞു, മകളെ, ദ്രൗപദി മകളുടെ അനുജൻ്റെ മക്കളുടെ ഭാര്യയല്ലേ. അപ്പൊ ദ്രൗപദിയോട് പറഞ്ഞു, മകളുടെ സ്ഥാനമല്ലേ ധൃതരാഷ്ട്രക്ക്. നിങ്ങളെ അവമാനിച്ചതിൽ എനിക്ക് മനസ്സിൽ വളരെയധികം സങ്കടമുണ്ട്. നീ എൻ്റെ മകൾക്ക് തുല്യമാണ്. നീ എൻ്റെ മകളാണ്. എൻ്റെ മകളെയാണ് അവമാനിക്കപ്പെട്ടിരിക്കുന്നത് ഈ സഭയിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്നോട് എന്തെങ്കിലും ഒരു ആവശ്യം ചോദിക്കാൻ പറഞ്ഞു പാഞ്ചാലിയോട്. ആരാ പറയണേ? വിതുരൻ ധൃതരാഷ്ട്രയോട് പറഞ്ഞിട്ട് ധൃതരാഷ്ട്ര ദ്രൗപദിനെ വിളിക്കുകയാണ്. എന്നിട്ട് ആരാണ് ദ്രൗപദിയോട് പറയുന്നത്? ധൃതരാഷ്ട്രാണ് ഹസ്തിനപുരത്തിലെ മഹാരാജാവ്. ഹസ്തിനപുരം എന്ന രാജ്യത്തിലാണ് ഈ അനീതി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അനീതി നടക്കുന്നത്? ദ്രൗപദീനെ അപമാനിക്കുക, കളിയാക്കുക, എല്ലാം അപമാനിക്കുക. അതിനൊരു പ്രത്യോപകാരമായിട്ട് ഞാൻ അവമാനിച്ചില്ലേ സഭയിൽ വെച്ചിട്ട്. എൻ്റെ മകളല്ലേ, മകളുടെ സ്ഥാനമല്ലേ ധൃതരാഷ്ട്രക്ക്. അതുകൊണ്ട് നിനക്ക് എന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടതെന്നുള്ളത് നീ ചോദിക്കുക പാഞ്ചാലി, ഞാൻ നിനക്ക് തരാം. എന്ത് വേണമെങ്കിലും നിനക്ക് തരാം എന്ന് പറയും. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് ഒരാവശ്യമേ ഉള്ളൂ. എൻ്റെ ഭർത്താവായ യുധിഷ്ഠിരനെയും അവരുടെ അനുജന്മാരെയൊക്കെ ഈ കെണിയിൽ നിന്ന് സ്വതന്ത്രരാക്കി തരണം. അവരിപ്പോൾ ഈ അടിമകളല്ലേ, ആരുടെ? ശകുനിയുടെ അടിമകളല്ലേ. ഈ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം എന്ന് ധൃതരാഷ്ട്രരോട് ആരാ ചോദിക്കണ? ദ്രൗപദി പാഞ്ചാലി ചോദിക്കുകയാണ്. ധൃതരാഷ്ട്ര ഉടനെ പറയും, എല്ലാവരും സ്വതന്ത്രരാക്കൂ. ഈ ആഗ്രഹം, പാഞ്ചാലിയുടെ ഈ ആഗ്രഹം ഇപ്പം തന്നെ നടപ്പിലാക്കണം. ഒരാളും ഇനി ദുര്യോധനൻ്റെയോ ശകുനിയുടെയോ അടിമകളാവരുത്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാരാജാവായ ധൃതരാഷ്ട്രയുടെ കൽപ്പന കൊണ്ട് ദ്രൗപദിയും ഭർത്താക്കന്മാരും സ്വതന്ത്രരായി. എന്ത് ആവശ്യമുണ്ടെങ്കിലും ദ്രൗപദിയോട് പറയും. മഹാരാജാവ് പറയണേ, മഹാരാജാവ് ധൃതരാഷ്ട്ര പറയണേ, എനിക്ക് വളരെയധികം സങ്കടമുണ്ട് മോളെ, എന്ത് ആവശ്യം മോൾക്ക് വേണമെങ്കിലും എന്നോട് മടിക്കാതെ ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി പറയും കരഞ്ഞുകൊണ്ട്. ദ്രൗപദി ആകെ അവമാനിക്കപ്പെട്ടിരിക്കുകയല്ലേ, ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ ഇത്. ദ്രൗപദി മഹാരാജാവിനോട് പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല, എൻ്റെ ഭർത്താക്കന്മാരെ വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ധൃതരാഷ്ട്രം എന്ത് ചെയ്ത് യുധിഷ്ഠിരനോട് പറഞ്ഞു. യുധിഷ്ഠിരനോട് ധൃതരാഷ്ട്ര പറയണേ,
നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്വത്തുക്കളും രാജ്യവും എല്ലാം നിങ്ങൾ തിരിച്ചെടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിട്ട് നിങ്ങൾ മഹാരാജാവായിട്ട് സുഖമായിട്ട് ജീവിക്കുക. 5 ഏട്ടാനുജന്മാരും ദ്രൗപദിയും അമ്മയൊക്കെ തേരിൽ കയറിയിട്ട് ഉടനെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തേക്ക് തിരിച്ചു പോവുക എന്ന് ധൃതരാഷ്ട്ര യുധിഷ്ഠിരനോട് പറയുകയാണ്. നിങ്ങളെല്ലാവരും സ്വതന്ത്രനായി. അങ്ങനെ പാഞ്ചാലി വസ്ത്രാക്ഷയം കഴിഞ്ഞു. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ശേഷം യുധിഷ്ഠിരൻ്റെ 4 അനുജന്മാരെയും ദ്രൗപദീനെയും മഹാരാജാവായ ധൃതരാഷ്ട്ര സ്വതന്ത്രരാക്കിയിട്ട് തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പറയുകയാണ്. ഹസ്തിനപുരത്തിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. ഹസ്തിനപുരം കൗരവന്മാരുടെ തലസ്ഥാനവും ഇന്ദ്രപ്രസ്ഥം പാണ്ഡവന്മാരുടെ തലസ്ഥാനവുമാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ തിരിച്ചു പോയി. ആര്? പഞ്ചപാണ്ഡവന്മാരൊക്കെ കൗരവന്മാരുടെ രാജ്യത്ത് നിന്ന് തിരിച്ചുപോയി. അങ്ങേയറ്റ അപമാനിതനായിട്ടും എല്ലാം നഷ്ടപ്പെട്ട രീതിയിലും നഷ്ടപ്പെട്ട ശേഷവുമാണ് ആരൊക്കെ പോണ പഞ്ചപാണ്ഡവന്മാര് ഹസ്തിനപുരത്ത് നിന്ന് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ കർണൻ പറയണേ, കർണൻ എന്താ പറയണ, അവരൊക്കെ പോയ ശേഷം ദുര്യോധനനും ശകുനിയും കർണനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് കർണൻ പറയണേ, ദ്രൗപദി എന്ന് പറയുന്ന ഒരു സ്ത്രീൻ്റെ കഴിവ് കൊണ്ടാണ്, കഴിവല്ല അപമാനിക്കാനുള്ള ഇതായത് കൊണ്ടാണ് ഇവരെല്ലാവരും സ്വതന്ത്രരായിട്ട് പോയത്. ഇപ്പോൾ അവരെങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിലാവുന്നത് നമ്മളാണ്. ദുര്യോധന, നിങ്ങളുടെ അച്ഛൻ ധൃതരാഷ്ട്ര മഹാരാജാവ് ചെയ്തതിൽ യാതൊന്നും ശരിയല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദീനെ അപമാനിച്ച് നമ്മൾ പറഞ്ഞയക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചപാണ്ഡവന്മാർ വെറുതെ ഇരിക്കില്ല, അവർ വീണ്ടും നമ്മളുടെ അടുത്ത് യുദ്ധത്തിന് വരും. അത് സൂക്ഷിച്ചിരിക്കണം എന്ന് കർണൻ ആരോടാ പറയുന്നത്? ദുര്യോധനനും ശകുനിയൊക്കെ ഉള്ള സമയത്ത് ഇത് കേൾക്കുന്നു. ഇത് കേട്ടതും ദുര്യോധനൻ നേരെ തൻ്റെ അച്ഛനായ ധൃതരാഷ്ട്ര അടുത്ത് പോയിട്ട് പറയാണ്, അച്ഛാ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത ഒരു വലിയൊരു മൂർഖം പാമ്പിനെയാണ് ഞങ്ങൾ കീഴടക്കിയിരിക്കുന്നത്. മൂർഖം പാമ്പിനെ ഞങ്ങൾ കീഴടക്കി എല്ലാം നേടിയെടുത്ത ശേഷം അച്ഛൻ ഈ പറഞ്ഞ കാര്യം, അതായത് യുധിഷ്ഠിരനെയും ഇവരെയൊക്കെ വെറുതെ വിട്ടില്ലേ, പാഞ്ചാലിയൊക്കെ വെറുതെ വിട്ടില്ലേ, അതൊക്കെ ഭയങ്കര ആപത്കരമാണ്. ഒരു പാമ്പിനെ നോവിച്ച് വിട്ടാൽ ആ പാമ്പ് തിരിച്ചു വന്ന് നമ്മളെ കൊത്തും. ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ആ പാമ്പ് തിരിച്ചു വന്ന് നമ്മളെ കൊത്തും. പണ്ടേ ഒരു പഴഞ്ചൊല്ലുണ്ട്, പാമ്പിനെ ആണെങ്കിൽ നമ്മൾ കൊന്നിട്ടേ വിടാവൂ. പാമ്പിനെ തല്ലിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ പാമ്പിന് പഴയ ഉണ്ടാവും. പാമ്പ് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ വീണ്ടും വന്ന് കുത്തി കൊല്ലും. അതുപോലെ ഒരു മൂർഖം പാമ്പിനെയാണ് നോവിച്ച് വിട്ടിരിക്കണതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടോ കുട്ടി? ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെ ഉണ്ട്. ഒരു മൂർഖം പാമ്പിനെ നോവിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മൂർഖം പാമ്പ് പിന്നീട് തിരിച്ചു വന്ന് എപ്പോഴെങ്കിലും ഒരിക്കൽ പക വീട്ടും. പക വീട്ടുന്നല്ല, വിജയകരമായിട്ട് പക വീട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പം അങ്ങനെ അച്ഛനോട് പോയിട്ട് ആരാ പറയണ? ദുര്യോധനൻ. അതുപോലെ ഇവരെല്ലാവരും ഇന്ദ്രപ്രസ്ഥയ്ക്ക് സുഖമായി പോയി. അവരുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള തലസ്ഥാനവും അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടിയില്ല. ഈ ചൂത് കളിച്ച് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തിരിച്ചു കിട്ടി. ഇപ്പം അവർ മാത്രമല്ല, അവർക്ക് ഇനിയൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദിയുടെ, അതായത് തൻ്റെ ഭാര്യയല്ലത്, ഈ 5 പേരുടെയും ഭാര്യയാണ്. ഇവരെ അപമാനിച്ചു വിട്ടില്ല. എന്തായാലും തിരിച്ച് പകരം ചോദിക്കാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഇനിയൊരു ദിവസം ഈ പഞ്ചപാണ്ഡവന്മാർ തിരിച്ചു വരും. യുധിഷ്ഠിരൻ്റെ മനസ്സ് അത്ര എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഭീമൻ്റെ ശക്തി നമുക്ക് എത്ര വേഗം ഇതാക്കാനും അളക്കാനും പറ്റില്ല. കാരണം ഭീമൻ ഈ സഭയിൽ വെച്ച് വെല്ലുവിളിച്ചിട്ടുള്ള, എന്താ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? എന്താണ്?
ദുര്യോധനനെ അടിക്കുന്ന. ദുര്യോധനന്റെ നെഞ്ച് പിളർത്തി ചോരയിൽ കുളിപ്പിക്കുമെന്ന് ഭീമസേനൻ സത്യം ചെയ്തു. എവിടെ? സഭയിൽ വെച്ച്. മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാക്കന്മാരുണ്ടല്ലോ, ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ അതൊക്കെ വരും കേട്ടോ. നല്ല രാജാവാകാനും നല്ല നേതാവാകണമെങ്കിലേ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കണം. എന്ത് പറഞ്ഞോ അത് ചെയ്തിരിക്കും. ഞാൻ ഇയാളെ ഭീമസേനൻ പറയുന്ന രാജകുമാരൻ സഭയിൽ വെച്ച് പ്രഖ്യാപിച്ചു, ദുര്യോധന, നിന്റെ നെഞ്ച് പളർത്തി നിന്നെ ഞാൻ ചോരയിൽ കുളിപ്പിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ ഭീമസേനനാണ് പറഞ്ഞിരിക്കണേ, നല്ല രാജാവാണ് പറഞ്ഞിരിക്കണമെങ്കിൽ അത് ചെയ്തിരിക്കും. അപ്പോൾ ഇത് കേട്ട് ദുര്യോധനന് പേടിയായി. എന്നിട്ട് ഇത് എന്ത് ചെയ്ത് ധൃതരാഷ്ട്രരോട് ദുര്യോധനൻ പറയാണ്, അച്ഛാ, ഇതുപോലെ ഈ രാജാവില്ലേ ഭീമസേനനില്ലേ, ഭീമസേനൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീമസേനൻ ഇത് ചെയ്തിരിക്കും. ഭീമസേനനെ സ്വതന്ത്രനാക്കി വിട്ടതാണ് നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ദുര്യോധനൻ ധൃതരാഷ്ട്രനെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. അച്ഛനല്ലേ, മഹാരാജാവല്ലേ, നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ, ഇപ്പോൾ എല്ലാം കഴിഞ്ഞില്ല, സമാധാനമായില്ലേ, നിങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് ദ്രോഹം ചെയ്തപ്പോൾ സമാധാനമായില്ലേ എന്നുള്ള രീതിയിൽ ദുര്യോധനൻ ദേഷ്യം എന്ന രീതിയിൽ തൻ്റെ അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ എന്താ പറഞ്ഞ ധൃതരാഷ്ട്ര പറഞ്ഞു, വയസ്സായില്ലേ ധൃതരാഷ്ട്രക്ക്, ഗുരുവായിട്ട് ഈ ദുഷ്ടന്മാരുമായിട്ട് തമ്മിത്തെല്ലാം കഴിയുന്നില്ലല്ലോ. അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു, ഞാനിനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, നിങ്ങൾ എന്താ ഈ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ പറയണേ, ഇനിയൊരു പ്രാവശ്യം കൂടി അവർ ചൂത് കളിക്കാൻ അച്ഛൻ ഈ രാജ്യത്തിലേക്ക് വീണ്ടും വിളിക്കുമോ? അവർ ഇന്ദ്രപ്രസ്ഥം എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വിളിക്കുക, അവരൊന്നുകൂടി വരട്ടെ, അവരൊന്നുകൂടി ചൂത് കളിക്കട്ടെ. അവരെത്ര പ്രാവശ്യം ചൂത് കളിച്ചാലും അമ്മാവനായ ശകുനിയുടെ കഴിവുകളുടെ മുമ്പിൽ അവർ വീണ്ടും വീണ്ടും തോൽക്കും. അപ്പം നമുക്ക് വീണ്ടും അവരുടെ എന്താ പറയുക, ഇത് എന്താണ്, വീണ്ടും നമുക്ക് അവരുടെ രാജ്യവും ഇന്ദ്രപ്രസ്ഥവും അവരുടെ കുതിരകളും അവരുടെ സ്വത്തുകളും ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. വീണ്ടും എടുക്കാൻ പറ്റും എന്ന് പറയും. അച്ഛൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ, ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഭാര്യയാണ് ഗാന്ധാരി. ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയുടെയും 100 മക്കളുടെ മൂത്തയാളാണ് ദുര്യോധനൻ. ദുര്യോധനന്റെ അനുജനാണ് ദുശാസനൻ. ഗാന്ധാരി തന്റെ ഭർത്താവിന് കണ്ണ് കാണാത്തതുകൊണ്ട് തന്റെ കണ്ണും കെട്ടിയിട്ടിരിക്കുകയാണ്. തനിക്ക് ഭർത്താവിന് ലോകം കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്, നല്ല ആത്മാർത്ഥതയുള്ള ഭാര്യ ആയതുകൊണ്ട് ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് ഗാന്ധാരിയും തൻ്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. അപ്പം ഗാന്ധാരി, ഇനി അടുത്ത രംഗത്തിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധാരിയും ധൃതരാഷ്ട്രവും തമ്മിലുള്ള സംഭാഷണമാണ്. ഗാന്ധാരി ധൃതരാഷ്ട്രോട് വന്ന് പറയാണ്, ധൃതരാഷ്ട്ര മഹാരാജാവാണല്ലോ, ഗാന്ധാരി തൻ്റെ ഭാര്യയാണ്. ഗാന്ധാരി പറയും, ദുര്യോധനൻ ജനിച്ചപ്പോൾ സാധാരണ എല്ലാ കുട്ടികളും കരയല്ലേ ചെയ്യുക, ദുര്യോധനൻ ജനിച്ചപ്പോൾ ഒരു കുറുക്കനെ പോലെ മൂങ്ങുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ ദുര്യോധനൻ വളരെ ദുഷ്ടനാണ്. അത് കേട്ട ഉടനെ വിതുരൻ പറഞ്ഞു, ഈ കുട്ടീനെ നമ്മൾ വളർത്താൻ പാടില്ല, ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്ന ആളാണ് ഈ ദുര്യോധനൻ എന്ന് ഇപ്പോൾ മനസ്സിലായി എനിക്ക്. വിതുരൻ അന്ന് എന്താണ് ഈ പറയാനുള്ള കാരണം, സ്വന്തം മകനായതുകൊണ്ട് എനിക്ക് കളയാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ഗാന്ധാരി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഏറ്റവും പരിശുദ്ധമായ സ്ത്രീകളിലൊന്നാണ്, ഏറ്റവും നല്ല ആൾക്കാരിൽ ഒരാളാണ് ഗാന്ധാരി. ഗാന്ധാരിയുടെ മക്കളായ ദുര്യോധനനും ദുശാസനനും ഒക്കെയാണ് ഏറ്റവും വലിയ ദുഷ്ടന്മാർ. അച്ഛനും അമ്മയും നന്നായതുകൊണ്ട് മക്കൾ നന്നാവണം എന്നില്ല കേട്ടോ.
അതാണ് ഇതിൽ പറയുന്നത്. ധൃതരാഷ്ട്രം അത്ര നല്ല സ്വഭാവമായിട്ട് പറയപ്പെടുന്നില്ലെങ്കിലും ഗാന്ധാരിനെ ഏറ്റവും നല്ല സ്ത്രീയായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധാരി പറയണേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് വളരെ സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജകുമാരിയായ ദ്രൗപദീനെ വിവാഹം കഴിച്ചു വന്നതല്ലേ ഇവർ. അപ്പം ദ്രൗപദീനെ പരസ്യമായിട്ട് സഭയിൽ വെച്ച് അപമാനിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കഥയല്ലേ. അങ്ങനെയൊന്നും ഒരു ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഇവർ കുറുക്കനെ വീണ്ടും ഇതാക്കി. എന്താണ്, കുറുക്കനെ പോലെ വീണ്ടും ഈ പഞ്ചപാണ്ഡവന്മാരെ വീണ്ടും കളിക്കാൻ വിളിച്ചു. അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞേ, നമ്മുടെ കുലം നശിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പാണ്ഡവന്മാർക്ക് തിരിച്ചു വന്ന് ഈ കളിയിൽ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ പാണ്ഡവന്മാർ കളിച്ചോട്ടെ എന്ന് ധൃതരാഷ്ട്ര കൽപ്പിച്ചു. തൻ്റെ മകനെ പേടിച്ചിട്ട്, ദുഷ്ടനായ മകനില്ലേ ദുര്യോധനനെ പേടിച്ചിട്ട് ധൃതരാഷ്ട്ര വയസ്സായ രാജാവല്ലേ, രാജാവിനോട് രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു, എൻ്റെ മക്കളെ എനിക്ക് എതിർക്കാൻ കഴിയില്ല, മക്കളുടെ ശത്രുത എനിക്ക് വാങ്ങിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദുര്യോധനൻ വീണ്ടും പഞ്ചപാണ്ഡവന്മാരെ ഈ പറയുന്ന ഹസ്തിനപുരത്തെ ചൂത് കളിക്കാൻ വീണ്ടും വിളിച്ചു. ഈ സന്ദേശവുമായിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്ത് ഒരാൾ പോയി. ദൂതന്മാരാണ് പോണത്. പണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ട് ഈ പറയുന്ന നമുക്ക് ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ. അന്ന് ആൾക്കാർ ദൂതന്മാരായിട്ടാണ് പോകുക. അന്ന് മൊബൈൽ ഫോണുകളോ ഈ കത്തയക്കലോ ഒന്നും ഉണ്ടായില്ല. അന്ന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിൻ്റെ സന്ദേശവുമായിട്ട് ഒരാൾ മറ്റേ രാജ്യത്തിലോ മറ്റുള്ളവരടുത്തോ പോയിട്ട് ഇത് രാജാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ഒരു സന്ദേശമായിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്ത്, യുധിഷ്ഠിരനും അനുജന്മാരും കുന്തിദേവിയും ദ്രൗപദിയൊക്കെ അവിടുന്ന് നാണം കെട്ട് അപമാനപ്പെട്ടിട്ട് തിരിച്ചു ഇന്ദ്രപ്രസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. കുറച്ച് ദൂരം പോയ ഉടനെ ഒരു ദൂതൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് ആ ദൂതൻ എന്താ പറഞ്ഞ, രാജാവേ, അങ്ങയുടെ വലിയച്ഛൻ അതായത് ധൃതരാഷ്ട്ര മഹാരാജാവ് സഭയിലേക്ക് വീണ്ടും ചൂത് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യുധിഷ്ഠിരനോട് വരാൻ പറഞ്ഞു എന്ന് ഈ ദൂതൻ പറയാണ്. മനസ്സിലായോ കഥ? പിന്നെ രണ്ടാമത് ചൂത് കളിക്കാൻ വിളിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ചൂത് കളിക്കാൻ വിളിക്കുകയാണ്. അപ്പൊ യുധിഷ്ഠിരൻ ചുറ്റും നോക്കി, തൻ്റെ ഭാര്യയോടും അനുജന്മാരുടെ മുമ്പിൽ നോക്കി. അവരാണ് ഏറ്റവും വലിയ ശക്തി. യുധിഷ്ഠിരൻ്റെ ഏറ്റവും വലിയ ശക്തി ആരാണ്? തൻ്റെ അനുജന്മാരുടെ തൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ നല്ലൊരു നേതാവായിരിക്കുകയാണ്. രാജാവ് വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പോയി കളിച്ചല്ലേ പറ്റൂ. മറ്റേ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ അപ്പോഴെന്താണ്, ഇതിന് ചൂതുകളിയിലൂടെ തന്നെ പകരം വീട്ടാം എന്നുള്ള മാനസിക ഭാവത്തിലേക്ക് യുധിഷ്ഠിരൻ എത്തി. യുധിഷ്ഠിരന് മനസ്സിലായില്ല ഇത് ദുര്യോധനൻ്റെയും ശകുനിയുടെയും ഇവരുടെയൊക്കെ കള്ളക്കളിയാണ് എന്നുള്ളത്. ഇവർ വീണ്ടും പെടുത്താൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് യുധിഷ്ഠിരന് ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞു കൊടുക്കാൻ തക്കതായിട്ടുള്ള ഉപദേശകരോ അവരാരോ ഒന്നും അന്ന് യുധിഷ്ഠിരൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാരാജാവായ ധൃതരാഷ്ട്ര എൻ്റെ വലിയച്ഛൻ കൂടിയാണ്. പുള്ളി എന്നെ വിളിച്ച് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ കളിക്കാൻ പോയാലേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചിലപ്പോൾ കളിക്കാതിരിക്കുന്നതാണ് നമ്മളുടെ ബുദ്ധി. നമ്മൾ നോക്കണം, നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മുഴുവനും നഷ്ടപ്പെടും. അതാലോചിച്ചിട്ട് വേണം നമ്മൾ ഏത് കളിയും കളിക്കാൻ പോവാൻ. മനസ്സിലായോ കുട്ടിക്ക്? അപ്പോൾ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടും ഈ യുധിഷ്ഠിരന് ചൂത് കളിക്കാനുള്ള കമ്പമില്ല. ചൂത് കളിക്കുന്നത് അച്ചക്കറിഞ്ഞില്ല, ലഹരിയാണ്, തെറ്റായ കളിയാണ്, ദോഷമുള്ള കളിയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ലഹരി കയറിയത് കൊണ്ടും
ഇതായതുകൊണ്ടും യുധിഷ്ഠിരന് വീണ്ടും വീണ്ടും പോയി കളിക്കാനുള്ള ഒരു പ്രചോദനമുണ്ടായിരുന്നു. അതും കൂടി ആയപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രം വിളിക്കുകയും കൂടി ചെയ്തപ്പോൾ യുധിഷ്ഠിരൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം എന്നുള്ള ആവേശമായി. അപ്പോൾ എന്നിട്ട് യുധിഷ്ഠിരൻ തിരിച്ച് ഹസ്തിനപുരത്തിലെ സഭയിൽ വീണ്ടും എത്തി, വീണ്ടും ചൂത് കളിക്കാനെത്തി. ഇത്രയൊക്കെ അവമാനവും ഇത്രയൊക്കെ നഷ്ടവും ഇത്രയൊക്കെ ഇതും കഴിഞ്ഞിട്ടും വീണ്ടും യുധിഷ്ഠിരന് കളിക്കാനുള്ള ടെംപ്ടേഷൻ ഉണ്ടായി. ടെംപ്ടേഷൻ വെച്ചാൽ എന്താ മനസ്സിലായ? പ്രലോഭനം. പ്രലോഭനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കളിക്കാൻ തോന്നണം. എന്നിട്ടാണ് യുധിഷ്ഠിരൻ വീണ്ടും അവിടെ എത്തിയ ഉടനെ ശകുനി പറഞ്ഞു, കളിക്കാൻ സഭയിലെത്തി വീണ്ടും ചൂത് കളിക്കാൻ വന്നിരുന്നപ്പോൾ ശകുനി പറഞ്ഞു, ഞങ്ങളുടെ മഹാരാജാവായ ധൃതരാഷ്ട്രം, ഞങ്ങളുടെ മഹാരാജാവ് എന്നാ പറയണ കേട്ടോ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യവും നിങ്ങൾക്ക് എല്ലാം തിരിച്ചു നൽകിയില്ലേ? അപ്പോൾ മഹാരാജാവിൻ്റെ കൽപ്പനകളെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് പണ്ടൊക്കെ അങ്ങനെയാണ് ഒരു നിയമം. രാജാവ് ഒരു കാര്യം തീരുമാനിച്ചാൽ, ഒരാളെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ ആ തൂക്കിക്കൊന്നു, അതോടെ കഴിഞ്ഞു. അതിനെതിരെ സംസാരിക്കാനോ അതിനെതിരെ പ്രവർത്തിക്കാനോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. അപ്പോൾ മഹാരാജാവ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുകളും നിങ്ങളുടെ രാജ്യവും നിങ്ങളുടേതും നിങ്ങളുടെ എല്ലാം നിങ്ങളെ സ്വതന്ത്രരാക്കി, എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ചൂതുകളിലൂടെ നഷ്ടപ്പെട്ടെല്ലാം നിങ്ങൾ തിരിച്ചെടുത്തോ എന്ന് മഹാരാജാവ് ഒരിക്കൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി അത് പറ്റില്ല. ഇനി നമ്മൾ ചൂത് കളിക്കുമ്പോൾ ഞാൻ ചില നിബന്ധനകൾ വയ്ക്കുകയാണ്. ഈ നിബന്ധനകൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചൂതുകളിൽ ഇനി കളിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ആ നിബന്ധനകൾ എന്തൊക്കെയാണെന്നറിയോ? നിബന്ധനകൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ കളിയിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങളീ പറയുന്ന കാര്യങ്ങളിൽ തോറ്റ ആൾക്കാർ ചെയ്യണം. ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ തോറ്റാൽ നിങ്ങൾ ചെയ്യണം. ഇതിന് സമ്മതമാണോ എന്ന് ശകുനി ആരോടാ ചോദിക്കണേ? യുധിഷ്ഠിരനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ പറയാം, എന്താണ് തോറ്റ ആൾക്കാർ പാലിക്കേണ്ടത്? ഈ കളിയിൽ, ഇപ്പോഴുള്ള കളിയിൽ തോറ്റാൽ നിങ്ങൾ ഇനി രാജ്യഭരണത്തിലേക്ക് വരാൻ പാടില്ല. ഓരോ നിബന്ധനകൾ ഞങ്ങൾ പറയും. ആ നിബന്ധനകളൊക്കെ പാലിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മളിനി കളിക്കുള്ളൂ എന്ന് യുധിഷ്ഠിരനോട് ശകുനി പറയണം. അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറയുന്ന നിബന്ധനകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന നിബന്ധനകൾ ഞങ്ങൾ പാലിച്ചോളാം എന്ന് പറയണം കേട്ടോ. ഉറങ്ങിയോ മുന്നു? അജൂട്ടാ ഉറങ്ങിയോ? ഉറങ്ങിക്കോട്ടോ. നമുക്ക് ഏകദേശം ഉറങ്ങി, നല്ല ഉറക്കത്തിലാ കുട്ടി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ, ഇന്നിപ്പം നമ്മൾ അരമണിക്കൂറിൽ കൂടുതലായി, അടുത്ത എപ്പിസോഡിൽ ചൂതുകളിയുടെ 2ാം ഭാഗം, ഗാംബ്ലിംഗ് ദി പാർട്ട് 2 നമുക്ക് കേൾക്കാം. ഇനി എന്തൊക്കെയാണ് യുധിഷ്ഠിരന് സംഭവിക്കാൻ പോണതെന്നും ചൂതുകളി കൊണ്ട് ജീവിതങ്ങൾ നശിക്കുന്നു എന്നുള്ളതും, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളതും നമുക്കിതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുവരെ കേട്ടോണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയുണ്ട്.